Hi students, welcome back to Prism online classes. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന ചാപ്റ്ററിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് MCQ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും. കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യാം. അപ്പോൾ അതിലുള്ള ക്ലാസ് റൂം ഡിസ്കഷനാണ് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ കൂടെ തന്നെ എഴുതി കാണിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് തിയറി പഠിക്കണം. തിയറി കറക്റ്റായിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒബ്ജക്റ്റീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ട്യൂഷൻ പ്ലസ് എൻട്രൻസ് എന്ന എൻട്രൻസ് കോച്ചിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാനാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ തിയറി നല്ല തറവായിരിക്കണം. തിയറി ജസ്റ്റ് വായിച്ചൊരാൾക്ക് ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ല തറവായിട്ട് തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല വ്യക്തമായിട്ട് തിയറി പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒബ്ജക്റ്റീവ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും വ്യക്തമായി നിങ്ങൾ തിയറി പഠിച്ചവരാണെങ്കിൽ ഈ ബോർഡ് എക്സാമിന് ഫുൾ മാർക്കും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയേ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഓഫ് ടു ഒബ്ജക്ട്സ് inclined 30 degree and 60 degree with the time axis. അപ്പം ഇത് എ ആണ്, ഇത് 30 ഡിഗ്രി എന്ന് പറഞ്ഞു. ഇത് ബി ആണ്, 60 ഡിഗ്രി എന്ന് പറഞ്ഞു. നമുക്ക് വേണ്ടത് റേഷ്യോ ഓഫ് ദെയർ വെലോസിറ്റി VA/VB എന്നാണ്. ഇതാണ് കണ്ടത്. അപ്പോൾ ഇതാണ് ഏതാ ഗ്രാഫ് നോക്കിയേ. ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ ടൈം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ്. ഈ ഗ്രാഫിൽ നിങ്ങൾ പഠിച്ചത് സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെലോസിറ്റി ആണെങ്കിൽ ജസ്റ്റ് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ വെലോസിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ്. എങ്ങനെ നിങ്ങൾ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്തത്? ക്ലാസ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്നല്ലായിരുന്നോ? അപ്പോൾ നമുക്ക് എഴുതാം VA എന്ന് പറഞ്ഞാൽ ടാൻ 30 ബൈ VB ചെയ്യുകയാണെങ്കിൽ VB എത്രയാണ്? ടാൻ 60. ടാൻ 30യുടെ വാല്യൂ അത് ഞാൻ ക്ലാസ് പറഞ്ഞതാ. ടാൻ 30യുടെ വാല്യൂ 1/√3 ആണ്. ടാൻ 60യുടെ വാല്യൂ √3 ആണ്. അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ 1/√3 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ, √3 റെസിപ്രോക്കൽ 1/√3. 1/√3 1 ഇൻറ്റു 1 1, √3 ഇൻറ്റു √3 എന്നാൽ 3 വരും. അപ്പോൾ 1/3 ആണ്. അപ്പോൾ ആൻസർ ഈസ് 1:3. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചല്ലോ. ഒരു ട്രെയിനിൻ്റെ ലെങ്ത്ത് 150 മീറ്റർ. അത് 850 മീറ്റർ നീളമുള്ള ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നു. 45 km/h വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യമായ ടൈം കാണണം. ശ്രദ്ധിച്ചോ, ഒരു ട്രെയിൻ, ഇതാണ് ട്രെയിൻ, ഇതിൻ്റെ ലെങ്ത്ത് 150 ആണ്. ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഈ ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത് 850 ആണ്. ഇങ്ങനെ നമ്മൾ ട്രെയിൻ മൂവ് ചെയ്യുന്നു 45 km/h. അപ്പോൾ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ ആവശ്യമായ ടൈം എങ്ങനെ കാണാം? നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ഓർ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി. അപ്പോൾ ഇവിടുത്തെ ടൈം ടി, ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര ഡിസ്പ്ലേസ് ചെയ്യണം? ഇവിടെ ഈ ട്രെയിനിന് ക്രോസ് ചെയ്യണമെങ്കിൽ 850 മീറ്റർ ആണ് ഈ ബ്രിഡ്ജിൻ്റെ ലെങ്ത്ത്. 850 മീറ്റർ മാത്രം ട്രാവൽ ചെയ്താൽ മതിയോ? ഇത് ഈ ട്രെയിൻ 850 മീറ്റർ ട്രാവൽ ചെയ്താൽ ഇങ്ങനെ നിൽക്കും, ഇവിടെ പോയി നിൽക്കും. ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടില്ലല്ലോ. ഇനി ക്രോസ് ചെയ്യണമെങ്കിൽ ഈ ട്രെയിൻ പൂർണ്ണമായിട്ടും ബ്രിഡ്ജിൻ്റെ പുറത്തെത്തണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്നാൽ ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് 850 പ്ലസ് അത് മാത്രം പോരാ, ലെങ്ത് ഓഫ് ദി ട്രെയിൻ 150 ഡിവൈഡഡ് ബൈ വെലോസിറ്റി. വെലോസിറ്റി എന്നാണ് നിങ്ങൾ പഠിച്ചത് V = 45 km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ ഇൻറ്റു 5/18. ഇത് ചെയ്താൽ 2 9 5 9 25/2 12.5 കിട്ടും. ഓക്കെ, അപ്പോൾ 12.5
ഇനി ശ്രദ്ധിച്ച് 880 1000 1000/12.5. 1000 എത്ര 12.5 ഉണ്ട്? 100 എത്ര 1.25 ഉണ്ട്? 80 അല്ലേ? അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നത്? 1000/125 8 അല്ലേ? അപ്പം 80 വരും. 80 സെക്കൻഡ്. അപ്പോൾ 80 സെക്കൻഡ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ട്രെയിന് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ദിവസം വായിച്ചു. പ്രീതി മെട്രോ സ്റ്റേഷനിൽ പോയ സമയത്ത് എസ്കലേറ്റർ റെസ്റ്റിലാകുമ്പം അവൾ അതിന് മേലെ കയറിപ്പോകാൻ എടുത്ത സമയം T1 ടൈമാണ്. ഓക്കെ, അപ്പോൾ എസ്കലേറ്റർ പ്രീതി ഇവിടെ നിന്ന് ഇവിടെ എത്താൻ ആവശ്യമായ ടൈം T1 ടൈമാണ്. T1 ടൈമോടെ അവിടെ എത്തി. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ എസ് എന്ന് വിളിച്ചു. പ്രീതിയുടെ വെലോസിറ്റി ഓഫ് പ്രീതി VP. അപ്പോൾ ഇവിടുത്തെ ടൈം T1 എന്ന് പറഞ്ഞാൽ T1 ഈസ് ഈക്വൽ ടു ടൈം ഈസ് ഈക്വൽ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ബൈ വെലോസിറ്റി VP. ശരിയല്ലേ? അല്ലെങ്കിൽ നമ്മൾ വെലോസിറ്റി ഓഫ് പ്രീതിയാണ് കാണുന്നതെങ്കിൽ വെലോസിറ്റി ഓഫ് പ്രീതി VP ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം S/T1. ഇനി ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ഭാഗത്താണ്. മറ്റൊരു ദിവസം പോയ സമയത്ത് ആ എസ്കലേറ്റർ വർക്കിംഗ് ആണ്. അപ്പോൾ വർക്കിംഗ് എസ്കലേറ്ററിന് മേലെ പ്രീതി കയറി ചെയ്യുന്ന സമയത്ത് T2 ടൈം കൊണ്ടാണ് മേലെത്തിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് വെലോസിറ്റി ഓഫ് എസ്കലേറ്റർ ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആ പ്രീതിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് തന്നെയാണല്ലോ ബൈ അതിനടുത്ത ടൈം എത്രയാണ്? T2. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഇതേ പ്രീതി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മൂവിങ് എസ്കലേറ്ററിന് മേലെ ഓടിക്കയറുന്നു. ഇപ്പം നമ്മുടെയൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, ആർക്കും സമയമില്ലല്ലോ. വളരെ എസ്കലേറ്റർ ആണെങ്കിലും എസ്കലേറ്റർ വർക്കിംഗ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ മേലെ ഓടിക്കയറുന്നു. എന്തിനാ? വളരെ പെട്ടെന്ന് മേലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മൂവിങ് എസ്കലേറ്ററിന് മേലെ കൂടെ ഈ പ്രീതി മൂവ് ചെയ്യുന്നു. അപ്പോഴുള്ള ടൈമാണ് കണ്ടത്. അപ്പോൾ ടൈം കാണും ഇക്വേഷൻ നിങ്ങൾ പഠിച്ചത്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് തന്നെയാണ്? ഈ എസ് തന്നെയാണ്. പക്ഷേ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെല്ലാം മൂവ് ചെയ്യുന്നുണ്ട്? പ്രീതി മൂവ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എസ്കലേറ്റർ മൂവ് ചെയ്യുന്നുണ്ട്. VP + VE എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു S/VP. എന്താ? VP S/T1 + S/T2. ശരിയല്ലേ? ഈ ഡിനോമിനേറ്ററിൽ രണ്ട് ടേമിൽ എസ് കോമൺ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? S / S × 1/T1 + 1/T2. ഓക്കെ, ഈ എസ്സും എസ്സും കട്ട് ചെയ്താൽ ബാക്കി 1 / ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത 1 × T1 പിന്നെ ഉള്ള സിമ്പൽ T + 1 × T2 ബൈ ഡിനോമിനേറ്റർ T1 T2. ഈ T1 T2 മേലെ പോലെ 1/1. അപ്പോൾ എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു T1 T2 ബൈ T1 + T2. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ആദ്യമായിട്ട് പ്രീതി പോയി നോക്കിയ സമയത്ത് എസ്കലേറ്റർ റെസ്റ്റിലാണ്. എസ്കലേറ്ററാകുമ്പം അവിടെ ഇതിലൂടെ ഇങ്ങനെ കയറിപ്പോയി, മേലെ കയറിപ്പോയി. അതിനെടുത്ത ടൈം T1 ടൈം കൊണ്ടാണ് അവിടെ എത്തിയത്. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ആണ്. രണ്ടാം ദിവസം പോയി നോക്കിയ സമയത്ത് എസ്കലേറ്റർ വർക്കിംഗ് ആയതുകൊണ്ട് അതിൻ്റെ മേലെ കയറിയുന്നു. അപ്പോൾ എസ്കലേറ്റർ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. അതിനെടുത്ത ടൈം എത്രയാണ്? T2 ആണ് ടൈം. മൂന്നാമത്തെ പോയി നോക്കിയ സമയത്ത് എസ്കലേറ്റർ വർക്കിംഗ് ആണ്, പക്ഷേ ഇവൾക്ക് സമയമില്ല, അതുകൊണ്ട് ഓടി കയറുന്നു. അപ്പോൾ എസ്കലേറ്ററും വർക്കിംഗ് ആണ്, പ്രീതി മൂവ് ചെയ്ത് രണ്ടുപേരും മൂവ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്തുള്ള ടൈം നമുക്ക് കിട്ടിയത് എത്ര? ടൈം കിട്ടിയത് ടൈം T ഈസ് ഈക്വൽ ടു T1 T2 ബൈ T1 + T2. ഓക്കെ, അപ്പോൾ നിങ്ങൾ 4-ാം ദിവസം വായിച്ചല്ലോ. 4-ാം ദിവസത്തിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. എന്താ കറക്ഷൻ അറിയാം? 4-ാം ദിവസത്തെ കറക്ഷൻ 135 സെൻറ്റിമീറ്റർ എന്നാണ് അതിൽ പറഞ്ഞത്. 135 സെൻറ്റിമീറ്റർ അല്ല, 135 മീറ്ററാണ്. അപ്പോൾ നിങ്ങൾ ആ മെറ്റീരിയൽ തന്നെ 135 മീറ്റർ എന്നാക്കി മാറ്റണം. മെറ്റീരിയൽ ഉണ്ട്, 4-ാം ദിവസത്തിലാണ്, 135 മീറ്ററാണ്. അപ്പോൾ 135 മീറ്റർ ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? ഇവിടെ എന്താ കാണേണ്ടത്? നമുക്ക് കാണാനുള്ളത് ടൈമാണ്. ടൈം കാണണമെങ്കിൽ ഇവിടെ യുവും വിയും എസ്സും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആക്സിലറേഷൻ കാണാം.
യും വിയും എസും ഉപയോഗിച്ച് നമ്മൾ ടൈം കാണാൻ പറ്റില്ല. ടൈം കാണണമെങ്കിൽ ആക്സിലറേഷൻ കമ്പൽസറി ആണ്. അപ്പോൾ ആദ്യം ആക്സിലറേഷൻ കാണാൻ വി സ്ക്വയർ ഈസ്ക്വൽ യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് 2as. എ ഈസ്ക്വൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2s. വി എത്രയാണ് 20 ആണ്. 20 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ ഡിവൈഡ് ബൈ 2 × 135. അപ്പോൾ അത് ചെയ്ത് എത്ര കിട്ടുക? 20 സ്ക്വയർ 400, 10 സ്ക്വയർ 100, 100 ബൈ 270. 100 അപ്പോൾ 300 ബൈ 270. 300 ബൈ 270 എന്ന് പറഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്താൽ കിട്ടുക 10/9 ആണ്. 10/9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 10/9 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആക്സിലറേഷൻ കിട്ടി. ഇനി ടൈം ആണ് ഇക്വേഷൻ ഏതാ? വി സി യു പ്ലസ് എ ടി ഓർ ടി ഇസിക്കൽ വി മൈനസ്, അതായത് എ ടി ഇസിക്കൽ വി മൈനസ് യു, ടി സി വി മൈനസ് യു ബൈ എ. അപ്പോൾ വി മൈനസ് യു ബൈ എ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ, വി മൈനസ് യു ബൈ എ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണേ, വി 20 ആണ്, യു 10 ആണ്, എ എത്രയാ? 10/9. ഈ 9 മേലേക്ക് പോകുമല്ലോ. 20 മൈനസ് 10, 10 ഇൻറ്റു ഈ 9 മേലെ 9 ഡിവൈഡ് ബൈ 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 9 സെക്കൻഡ്. അപ്പം ആൻസർ ഈസ് 9 സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റനിൽ ചെറിയ കറക്ഷൻ ഉണ്ട്. ആ ക്വസ്റ്റനിലെ കറക്ഷൻ 135 സെൻറ്റിമീറ്റർ എന്ന് മാറ്റിയിട്ട് 135 മീറ്റർ എന്നാക്കി മാറ്റണം. ഓക്കെ, അഞ്ചാമത്തെ ദിവസം ശ്രദ്ധിച്ചേ. എ ബോഡി ഈസ് മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് വിത്ത് എ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. ഇൻ ഫസ്റ്റ് 10 സെക്കൻഡ് ഇറ്റ് കവേഴ്സ് എ ഡിസ്പ്ലേസ്മെന്റ് S1. ആദ്യത്തെ 10 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് S1 ആണ്. അപ്പോൾ ആദ്യത്തെ 20 സെക്കൻഡ് കൊണ്ട് എത്ര ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്യും? അതല്ലേ ക്വസ്റ്റന്. ഓക്കെ, അപ്പോൾ ഇതായത് ഫസ്റ്റ് 10 സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റും S1, 20 സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് S2. അങ്ങനെയാണെങ്കിൽ ഈ S2 S1 നമ്മൾ റിലേഷൻ അറിയേണ്ടത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. S is equal to ut plus half at square. ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ത് പറഞ്ഞിട്ടുണ്ട്? സ്റ്റാർട്ടിങ് ഫ്രം റസ്റ്റിന് സ്റ്റാർട്ട് യു ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ ഇവിടെ രണ്ട് മോഷനിലും ആക്സിലറേഷൻ സെയിം ആണ്. അപ്പോൾ എസ് ഈസ് പ്രൊപ്പോർഷൻ ടു ടി സ്ക്വയർ എന്നാണ്, ടൈമിന് സ്ക്വയറിന് പ്രൊപ്പോർഷനാണ്. അപ്പം ഇവിടെ നോക്കിയേ, ടൈം ഇൻ്റർവൽ നോക്കുക. ആ ടൈം ഇൻ്റർവൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ റേഷ്യോ എഴുതുമ്പം ഇവിടെ S1/S2 എടുക്കുകയാണെങ്കിൽ ഹാഫ് എ ബൈ ഇൻറ്റു T1 സ്ക്വയർ ബൈ ഹാഫ് എ ഇൻറ്റു T2 സ്ക്വയർ. ഹാഫ് എയും കട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? S1:S2 ഈസ് ഈക്വൽ ടു T1 സ്ക്വയർ ഈസ് ടു T2 സ്ക്വയർ. ശരിയല്ലേ? ഇനി 3 ഉണ്ടെങ്കിലോ S1:S2:S3 is equal to T1 square is to T2 square is to T3 square. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചോളൂ, നമുക്ക് എന്താ കണ്ടത്? S1 റിലേഷൻ അല്ലേ? S1/S2 is equal to T1 എത്രയാ? 10 സെക്കൻഡ് ബൈ T2 എത്രയാ? 20 സെക്കൻഡ്. അപ്പോൾ T1/T2 ഹോൾ സ്ക്വയർ, 10/20 ഹോൾ സ്ക്വയർ. ശരിയാണോ? ഇത് കട്ട് ചെയ്താൽ 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4S1 ഈക്വൽ ടു S2 or S2 ഈസ് ഈക്വൽ ടു 4S1. അപ്പോൾ ഇവിടെ നോക്കിയ when a body is starting from rest and the ratio of total displacement after regular intervals, ഈക്വൽ ഇൻ്റർവലിന് ശേഷമുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് റേഷ്യോ ഏതാണ്? 1 square is to 2 square is to 3 square, T1 square is to T2 square is to T3 square. ഇത് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റേഷ്യോ ആണ്. ഇനി ഓരോ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് റേഷ്യോ ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ബോഡി ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യുന്നു. ഒന്നാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് S1, രണ്ടാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെൻറ്റ് S2, മൂന്നാമത്തെ സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് S3. അതായത് ഓരോരോ സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആണെങ്കിൽ അതിൻ്റെ റേഷ്യോ വരുന്നത് 1:3:5:7 എക്സെട്ര എന്ന് വരുന്നത്. സ്ക്വയർ ആയിട്ടല്ലേ വരിക. അപ്പോൾ ഈക്വൽ ഇൻ്റർവെല്ലിൽ the ratio of the displacements covered in equal interval, ഓരോരോ ഈക്വൽ ഇൻ്റർവെല്ലും കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് റേഷ്യോ 1:3:5:7 ആണ്. അതേസമയം റേഷ്യോ ഓഫ് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ആഫ്റ്റർ റെഗുലർ ഇൻ്റർവെൽസ്, ഓരോരോ ഇൻ്റർവെല്ലിന് ശേഷമുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് റേഷ്യോ ആണ് T1 സ്ക്വയർ ഈസ് ടു 1 സ്ക്വയർ ഈസ് ടു 2 സ്ക്വയർ ഈസ് ടു 3 സ്ക്വയർ അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാ? S2 ഈസ് ഈക്വൽ ടു 4S1.
ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഇങ്ങനെ തന്നിരിക്കും y is equal to at a plus bt plus ct square minus dt raised to 4. നമുക്കാണുള്ളത് വെലോസിറ്റിയും ആക്സിലറേഷനും. ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഈ തന്നത്. ഡിസ്പ്ലേസ്മെൻ്റ് എന്നാൽ നമുക്ക് വെലോസിറ്റി കാണാമല്ലോ. വെലോസിറ്റി v is equal to dx by dt അല്ലെങ്കിൽ dy by dt. ഇതാണ് വെലോസിറ്റി. അപ്പോൾ dy by dt എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് d by dt ഓഫ് a plus bt plus ct square minus dt raised to 4. ഇത് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ d by dt ഓഫ് a plus b ഇൻറ്റു d by dt ഓഫ് t. അതായത് ഇവിടെ ബി ടിയിൽ ബീനെ പുറത്തെടുത്താണ് പ്ലസ് സി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ മൈനസ് ഡി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി റൈസ് ടു 4. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരുന്നു ഡിഫറൻസിയേഷന്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? ഡി ബൈ ഡി ടി ഓഫ് ടി റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എൻ ടി റൈസ് ടു എൻ മൈനസ് 1. നേരത്തെ പഠിച്ച ഇക്വേഷൻ ആണല്ലോ. അതേപോലെ നമുക്ക് ഡി എ ബൈ ഡി ടി ആണ് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ്. എ കോൺസ്റ്റൻറ്റ് അപ്പോൾ 0 പ്ലസ് ബി ഇൻറ്റു ഡി ടി ബൈ ഡി ടി ആണ് 1 പ്ലസ് സി ഇൻറ്റു ഡി ടി സ്ക്വയർ. ടി സ്ക്വയർ ഇവിടെ എങ്ങനെ സ്ഥാനത്ത് 2 ആണുള്ളത്. അപ്പോൾ 2 ടി റൈസ് ടു 2 മൈനസ് 1 മൈനസ് ഡി ഇൻറ്റു എന്ത് ചെയ്യാം, ടി റൈസ് ടു 4 ആണെങ്കിൽ 4 ടി റൈസ് ടു 4 മൈനസ് 1. That is equal to b plus 2ct minus 4 dt cube. ഇതാണ് വെലോസിറ്റി. നിങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെൻ t is equal to 0. t 0 എന്ന സമയത്തുള്ള ഇനീഷ്യൽ വെലോസിറ്റി കിട്ടുന്നത്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ആണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി ആണെങ്കിൽ ടി ഇസ് ഈക്വൽ ടു 0. ടി 0 ആണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി യു ഇസ് ഈക്വൽ ടു ബി പ്ലസ് 2c ഇൻറ്റു 0 മൈനസ് 4 ക്യൂബ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ബി ആണ്. നിങ്ങൾ ഇനീഷ്യൽ വെലോസിറ്റി മാത്രമല്ല കാണാൻ പറ്റുന്നത്, ഇനി ആക്സിലറേഷനും കാണണം. ആക്സിലറേഷൻ എന്താ? ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് വി എന്താ ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ, ബി പ്ലസ് 2ct മൈനസ് 4t ക്യൂബ്. ഇവിടെയും ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത ഡി ബൈ ഡി ടി ഓഫ് ബി പ്ലസ് 2c ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി മൈനസ് 4 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ്. ഡെറിവേറ്റീവ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 0 പ്ലസ് 2c ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി 1 മൈനസ് 4 ഇൻറ്റു 3t സ്ക്വയർ. അതായത് 3t റൈസ് ടു 2 3 മൈനസ് 1. അപ്പോൾ നമുക്ക് 2c മൈനസ് 12t സ്ക്വയർ. ഇവിടെ ഇനീഷ്യൽ ആക്സിലറേഷൻ ആണെങ്കിൽ ഇനീഷ്യലി ആണെങ്കിൽ t is equal to 0. അപ്പോൾ ആക്സിലറേഷൻ a is equal to 2c. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ബി ആണ്, ഇനീഷ്യൽ ആക്സിലറേഷൻ 2c ആണ്. ഓക്കെ, എ കാറ് 40 km/h വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് 2 മീറ്റർ ആണ്. അത് 80 km/h ആണെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എത്രയാണ്? നിങ്ങൾ പഠിച്ചത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചതാണല്ലോ. എന്താ? S1 by S2 is equal to U1 by U2 the whole square. ഇത് ഞാൻ ഹോംവർക്കും തന്നിരുന്നു നിങ്ങൾക്ക്, അത് ഞാൻ സോൾവ് ചെയ്തെന്താ. S1 2 മീറ്റർ ആണ്, S2 നമുക്കറിയില്ല. U1 ആദ്യം ട്രാവൽ സ്പീഡ് 40 ആണ്, പിന്നെയോ 40 km/h, പിന്നെയോ അതിനുശേഷമായിട്ട് രണ്ടാമത്തെ സ്പീഡ് എത്ര? 80 km/h. രണ്ടും സെയിം ഉണ്ടാകും, കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ക്യാൻസൽ ചെയ്തു പോകും. km/h പോയി, ഇത് കട്ട് ചെയ്താൽ 2. അപ്പോൾ 2/S2 is equal to 1 square 1, 2 square 4.
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4 into 2 8, 1 into S2 S2, അപ്പോൾ S2 is equal to 8 meter. ഓക്കെ, ഇതിൽ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ക്ലാസ് ചെയ്തതാണല്ലോ. Displacement of a body S is equal to t cube minus 6t square plus 3t plus 4. നമ്മൾ ചോദിച്ചത് വാട്ട് ഈസ് ദ വെലോസിറ്റി വെൻ ദ ആക്സിലറേഷൻ ഈസ് 0. അപ്പോൾ ആദ്യമായിട്ട് വെലോസിറ്റി ഇക്വേഷൻ കാണണം, പിന്നെ ആക്സിലറേഷനും കാണണം. അപ്പോൾ വെലോസിറ്റി കാണണമെങ്കിൽ v is equal to ds by dt എന്നാണല്ലോ. ദാറ്റ് ഈസ് d by dt of s എന്താ t cube minus 6t square plus 3t plus 4. ശരിയല്ലേ? ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ d by dt of t cube minus 6 into d by dt of t square plus 3 into d by dt of t plus d by dt of 4. ശ്രദ്ധിച്ചേ, ടി ക്യൂബ് എന്ന് പറഞ്ഞാൽ ടി റേസ് ടു എൻ ആണെങ്കിൽ എൻ എസ് ആൻഡ് ടി 3, അപ്പോൾ 3 ടി റേസ് ടു 3 മൈനസ് 1 മൈനസ് 6 ഇൻറ്റു ടി സ്ക്വയർ 2 ടി റേസ് ടു 2 മൈനസ് 1 പ്ലസ് 3 ഇൻറ്റു 1 പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് 4 ഈസ് 0. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 ടി സ്ക്വയർ മൈനസ് 12 ടി പ്ലസ് 3. ഇതാണ് വെലോസിറ്റി. നമ്മൾ ചോദിച്ചത് വാട്ട് ഈസ് ദ വെലോസിറ്റി വെൻ ദ ആക്സിലറേഷൻ ഈസ് 0 എന്നാണ്. അപ്പോൾ ആദ്യം ആക്സിലറേഷൻ കാണണം, അത് 0 എന്ന ടൈം കണ്ടു ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസറായി. അപ്പോൾ ആക്സിലറേഷൻ എങ്ങനെയാണ്? എ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വി എന്താ 3 ടി സ്ക്വയർ മൈനസ് 12 ടി പ്ലസ് 3. ഓക്കെ, that is equal to 3 into d by dt of t square minus 12 into d by dt of t plus d by dt of 3. ഇത് 3 into d by dt of t square 2t ആണല്ലോ, 2t raised to minus 1 2 minus 1 minus 12 into dt by dt 1 plus 0. അപ്പോൾ 60 മൈനസ് 12. ഇതാണ് ആക്സിലറേഷൻ. നിങ്ങളോട് ചോദിച്ചത് വാട്ട് ഈസ് ദ വെലോസിറ്റി വെൻ ദ ആക്സിലറേഷൻ ഈസ് 0. അപ്പോൾ ആക്സിലറേഷൻ 0 ആണെങ്കിൽ വെൻ എ ഈസ് ഈക്വൽ ടു 0, എ 0 ആണെങ്കിൽ ദെൻ 60 മൈനസ് 12 ഈക്വൽ ടു 0. എ 0 ആണെങ്കിൽ 60 മൈനസ് 12 0 ആണ്. അപ്പോൾ 60 ഈസ് ഈക്വൽ ടു 12, ടി ഈസ് ഈക്വൽ ടു 12 by 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ്. അപ്പോൾ ടീൻ്റെ വാല്യൂ 2 സെക്കൻഡ് ആയി. അപ്പോൾ ടി 2 സെക്കൻഡ് ആകുമ്പോൾ ആക്സിലറേഷൻ 0. നമ്മളോട് ചോദിച്ചത് വാട്ട് ഈസ് ദ വെലോസിറ്റി വെൻ ദ ആക്സിലറേഷൻ ഈസ് 0. അപ്പോൾ ആക്സിലറേഷൻ 0 എന്ന് 2 സെക്കൻഡോടാണല്ലോ. അപ്പോൾ 2 സെക്കൻഡിന് ശേഷമുള്ള വെലോസിറ്റി അതിനെ കാണാം വി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ടീനെ സ്ഥാനത്ത് കൊടുക്കുക 2 സ്ക്വയർ മൈനസ് 12 ഇൻറ്റു ടീനെ സ്ഥാനത്ത് 2 പ്ലസ് 3. അപ്പോൾ 3 ഇൻറ്റു 2 സ്ക്വയർ 12 മൈനസ് 24 പ്ലസ് 3, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്നത്? 12 മൈനസ് 9 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇക്വേഷൻ എങ്കിൽ ടി ക്യൂ മൈനസ് 6 ടി സ്ക്വയർ പ്ലസ് 3t പ്ലസ് 4 ആണെങ്കിൽ വെലോസിറ്റി 3t സ്ക്വയർ മൈനസ് 12t പ്ലസ് 3 ആണ്. അത് ആക്സിലറേഷൻ 0 ആണ് 2 സെക്കൻഡോടാണ്. അപ്പോൾ 2 സെക്കൻഡോടാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വെലോസിറ്റി ഈസ് ഈക്വൽ ടു -9 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി 9ാം ദിവസം വന്നത് 2 trains each of length 50 meter are moving in the opposite direction. ഒരു ട്രെയിന് ഇതിൻ്റെ ലെങ്ത് 50 മീറ്റർ ആണ്, ഇത് മൂവ് ചെയ്യുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ്. രണ്ടാമത്തതും 50 മീറ്റർ ആണ്, ഇത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി 15 ആണ്. ഇപ്പോൾ ടൈം ഓഫ് ക്രോസ് ചെയ്യാൻ എത്ര ടൈം വേണമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ടൈമിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് രണ്ടും ക്രോസ് ചെയ്യണം.
ക്രോസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ലെങ്ത് ഞാൻ L1 എന്ന് വിളിച്ചു, ഈ ലെങ്ത് L2 ആണെങ്കിൽ ഇവിടെ ക്രോസ് ചെയ്യണമെങ്കിൽ രണ്ടും കടന്നു പോകണം. ഇത് ഇപ്പുറത്തെത്തണം, ഇത് അപ്പുറത്തെത്തണം. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? L1 പ്ലസ് L2 ബൈ രണ്ട് പേര് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു ട്രെയിനിൻ്റെ മോഷൻ മറ്റേ ട്രെയിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ട്രെയിനിൻ്റെ സ്പീഡ് കൂടിയോ മറ്റേ കൂടിയോ കുറയൊന്നുമില്ല. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി എടുക്കേണ്ടത്. രണ്ട് പേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ രണ്ട് പേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്കറിയാം VA പ്ലസ് VB എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? VA പ്ലസ് അല്ലെ V1 പ്ലസ് V2. അപ്പോൾ രണ്ട് ട്രെയിൻ ക്രോസ് ഓവർ ചെയ്യുകയാണെങ്കിൽ ടൈം ഓഫ് ക്രോസിംഗ് ഇസ് ഈക്വൽ ടു L1 പ്ലസ് L2 ബൈ V1 പ്ലസ് V2. ഇവിടെ നോക്കി L1 എത്രയാ? 50 ആണ്, L2 50 ആണ്, V1 എത്രയാ? 10 ആണ്, V2 15. അപ്പോൾ നമുക്ക് എഴുതാം 100 ബൈ 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ്. 4 സെക്കൻഡ് കൊണ്ടാണ് ഈ രണ്ട് ട്രെയിനും ക്രോസ് ചെയ്യുന്നത്. ഇനി ഒരു പാരറ്റിന് ക്രോസ് ചെയ്യാൻ ആവശ്യമായ ടൈം ആണെങ്കിലോ ശ്രദ്ധിച്ചോ, ഇതൊരു ട്രെയിന്, ഈ ട്രെയിൻ മൂവ് ചെയ്യുന്ന വെലോസിറ്റി V1 വെലോസിറ്റിയിൽ, ഇതിൻ്റെ ലെങ്ത് L ആണ്. ഒരു പാരറ്റിലെ ക്രോ ഇങ്ങനെ മൂവ് ചെയ്യുന്നു, ഇതിൻ്റെ വെലോസിറ്റി V2. ഇതിന് ക്രോസ് ചെയ്യാൻ ആവശ്യമായ ടൈം ആണെങ്കിൽ ടൈം ഈസ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 10ാം ദിവസം ശ്രദ്ധിച്ച് നോക്കുക. Two bodies of different masses M and MB are dropped from two different height A and B. The ratio of time taken to fall these two. അപ്പോൾ ശ്രദ്ധിച്ച് രണ്ടും ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരെണ്ണത്തിൻ്റെ മാസ് MA ആണ്, രണ്ടാമത്തെ മാസ് MB ആണ്. രണ്ടിൻ്റെയും ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എയും ഇത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് B ആണ്. അപ്പോൾ നമുക്കറിയാം ടൈം ഓഫ് ഫാൾ. ഒരു ബോഡി H ഹൈറ്റ് എന്നാണ് ഫാൾ ചെയ്യുന്നതെങ്കിൽ ഇത് ഹൈറ്റ് H ആണെങ്കിൽ T = √2h/g എന്നാണ്. അപ്പോൾ രണ്ടിൻ്റെ കേസിലാണെങ്കിലും ടൈം ഓഫ് A ബൈ ടൈം ഓഫ് B എടുക്കുകയാണെങ്കിൽ ടൈം ഓഫ് A √2 × A/g ഡിവൈഡഡ് ബൈ √2 × രണ്ടാമത്തെ ഹൈറ്റ് എത്ര? B ആണ്, B/g. g കട്ട് ചെയ്താൽ √A ബൈ √B. സോ TA is to TB is equal to √A is to √B. √A is to √B. Okay. ഇനി 11ാം ദിവസം ഒരു ബോഡി മേലേക്ക് ത്രോ ചെയ്യുന്നു. എയർ റെസിസ്റ്റൻസ് കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റൈസ് ചെയ്യാൻ ആവശ്യമായ ടൈം. അപ്പോൾ എയർ റെസിസ്റ്റൻസിൻ്റെ പ്രസൻസിലാണ് ഈ ബോഡി ത്രോ ചെയ്യുന്നതെങ്കിൽ ടൈം ഓഫ് ഫാൾ ഈസ് ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് അസെൻറ്റ്. ടൈം ഓഫ് അസെൻറ്റിനേക്കാൾ കൂടുതലാണ് ടൈം ഓഫ് ഡിസെൻറ്റ്. അപ്പോൾ താഴേക്ക് വരാൻ ആവശ്യമായ ടൈം കൂടുതലാണ്, മേലേക്ക് പോകാൻ ആവശ്യമായ ടൈം കുറവാണ്. അപ്പോൾ ഇവിടെ ചോദിച്ച ടൈം ഓഫ് റൈസ് ഈസ് ലെസ് ദാൻ ടൈം ഓഫ് ഫാൾ. ടൈം ഓഫ് ഫാളിനേക്കാൾ കുറവായിരിക്കും. കാരണം എന്താ? ഇത് മേലേക്ക് പോകുന്ന സമയത്ത് ഒരു ബോഡി മേലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ഇങ്ങനെ ഈ ബോഡി മേലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ എയർ റെസിസ്റ്റൻസ് താഴേക്കാണ്. എയർ റെസിസ്റ്റൻസിന് ഫലമായുള്ള ആക്സിലറേഷൻ വേണമെങ്കിൽ റെസിസ്റ്റൻസ് AR എടുക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി G അതും താഴേക്കാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ടൈം ഓഫ് അസെൻറ്റ് എന്ന് പറഞ്ഞാൽ U ഡിവൈഡഡ് ബൈ ടോട്ടൽ ആക്സിലറേഷൻ G പ്ലസ് AR എന്ന് വരിക. അപ്പോൾ ഇതാണ് ടൈം ഓഫ് അസെൻറ്റ്. ടൈം ഓഫ് ഡിസെൻറ്റ് ആണെങ്കിലോ ഇത് താഴേക്കാണ് വരുന്നതെങ്കിൽ ശ്രദ്ധിച്ചോ, താഴേക്കാണ് വരുന്നതെങ്കിൽ G താഴേക്ക് തന്നെയാണ്. പക്ഷേ ഇവിടെ എയർ റെസിസ്റ്റൻസിന് ഫലമായുള്ള ഫ്രിക്ഷൻ ഇങ്ങോട്ട്, എയർ റെസിസ്റ്റൻസ് ആക്സിലറേഷൻ ഇങ്ങോട്ട് മേലേക്ക് ആയിരിക്കും. എയർ റെസിസ്റ്റൻസ് ആണ്, അതായത് ഓപ്പോസ് ചെയ്യുന്നത്, മോഷൻ ഓപ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഇത് താഴേക്ക് പോവുകയാണെങ്കിൽ എയർ റെസിസ്റ്റൻസ് മേലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഡിസ്റ്റൻസ് U/G മൈനസ് AR ആണ്. എന്തേ മൈനസ് ആവാൻ കാരണം? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. G താഴേക്കാണ്, AR മേലേക്കാണ്. AR ഈസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു റെസിസ്റ്റൻസ്. അപ്പോൾ ഈ റെസിസ്റ്റീവ് ഫോഴ്സിന് ഫലമായിട്ട്, ഒരു ഒപ്പോസിങ് ഫോഴ്സിന് ഫലമായിട്ട്, ഈ തടഞ്ഞു വെക്കുന്ന ഫോഴ്സിന് ഫലമായിട്ടുണ്ടാകുന്ന ആക്സിലറേഷൻ ആണ് AR. അപ്പോൾ ഇത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഡിനോമിനേറ്റർ കുറവാണ്. ഡിനോമിനേറ്റർ കുറവായതുകൊണ്ട് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ടൈം ഓഫ്, ഇവിടെ നോക്കിയേ, ഇത് ടൈം ഓഫ് അസെൻറ്റ് ആണ്, ഇത് ടൈം ഓഫ് ഡിസെൻറ്റ് ആണ്. സോ ടൈം ഓഫ് അസെൻറ്റ് ഈസ് ലെസ് ദാൻ ടൈം ഓഫ് ഡിസെൻറ്റ്, ഓർ ടൈം ഓഫ് descent is greater than time of ascent in presence of the air resistance. Air resistance ഉണ്ടെങ്കിൽ, air resistance ഇല്ലെങ്കിലോ
നിങ്ങൾ നോക്ക്, AR is equal to 0. A റെസിസ്റ്റൻസ് ഇല്ല, AR 0 ആണെങ്കിൽ TIC U/G, TDM എന്തിനാ U/G. ടൈം ഓഫ് അസെൻറ്റും ടൈം ഓഫ് ഡിസെൻറ്റും രണ്ടും ഈക്വൽ ആണ്. എപ്പോഴും എയർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ രണ്ടും ഈക്വൽ ആണ്. ഇവിടെ എയർ റെസിസ്റ്റൻസിൻ്റെ പ്രസൻസിലാണെങ്കിൽ ടൈം ഓഫ് ഡിസെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് അസെൻറ്റ്. അപ്പോൾ നമ്മൾ ചോദിച്ചത് ടൈം ഓഫ് റൈസ് ഈസ് ലെസ് ദാൻ ടൈം ഓഫ് ഫാൾ. ഓക്കെ, ഇനി 12ാം ദിവസം ഒരു സ്റ്റോൺ H ഹൈറ്റ് നിന്ന് ഡ്രോപ്പ് ചെയ്തു. ലാസ്റ്റ് സെക്കൻഡിൽ ഇത് ട്രാവൽ ചെയ്തത് 9h/25. ഇത് S ലാസ്റ്റ് സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ H എത്ര? അപ്പോൾ ടോട്ടൽ ടൈം ഞാൻ T ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം ഇവിടെ H is equal to ½ GT² എഴുതാം. കാരണം സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി U is equal to 0. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ലാസ്റ്റ് സെക്കൻഡ് S last ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ? 9h/25. ഇതിൻ്റെ ഇക്വേഷൻ എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ് SN is equal to U plus 2n minus 1 into A/2 അല്ല n minus half into A. അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഇവിടെ നോക്കിയേ, S ലാസ്റ്റ് ആണെങ്കിൽ U0 2 into ടൈം T ആണ്, T minus 1 into G/2. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യാം. എക്സിൻ്റെ സ്ഥാനത്ത് ½ GT² കൊടുത്ത് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ജിയും കട്ട് ചെയ്തു. നോക്കിയേ, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് അപ്പോൾ 9 into എക്സിൻ്റെ സ്ഥാനത്ത് 9/25 into ½ GT² ഈക്വൽ ടു 9h/25 is equal to 2T minus 1 into G/2. ആരെ കട്ട് ചെയ്യാണ്ടോ നോക്കിയേ, G/2 കട്ട് ചെയ്താൽ അപ്പോൾ 9T²/25 is equal to 2T minus 1. ഈ 25 അങ്ങോട്ട് എടുത്താൽ 9T² equal 25 into 2T 50T minus 25. ഇതിനെ കൊടുത്താൽ 9T² minus 50T plus 25 equal to 0. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ T is equal to മൈനസ് ബിൻ്റെ സ്ഥാനത്തിൽ -50 ആണ്, പ്ലസ് ഓർ മൈനസ് റൂട്ട് B² minus 50² minus 4 into A9C25 divided by 2A. അപ്പോൾ മൈനസിന് മൈനസ് പ്ലസ് ഓർ മൈനസ് 2500 100 2500 4 25 100 900 1600 വരും. 1600 റൂട്ട് 40/18. അപ്പം 50 പ്ലസ് 40/18 വരും. 50 പ്ലസ് 40/18 അല്ലെങ്കിൽ 50 മൈനസ് 40/18. 50 പ്ലസ് 40 90. 90/18 ആണ് 5. ഇവിടെ 50 മൈനസ് 10/18. 10/18 ആണ് 4/9. 10/18 4/9 0.55 വരും. അപ്പോൾ ഇതിലേതാ കറക്റ്റ് ശ്രദ്ധിച്ചോളൂ. ഇവിടെ നോക്കിയ ഒരു സെക്കൻഡ്, ലാസ്റ്റ് സെക്കൻഡാണിത്. അപ്പോൾ ഒരു സെക്കൻഡിനേക്കാൾ കൂടുതലാണല്ലോ ടൈം ഓഫ് ആള്. അപ്പോൾ ഇത് വാല്യൂ അല്ല, ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റാണ് 5 സെക്കൻഡ്. കാരണം ഒരു സെക്കൻഡിനേക്കാൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞു. ലാസ്റ്റ് സെക്കൻഡിലാണ് 9h/25. അപ്പോൾ ടൈം എന്തായാലും ഒരു സെക്കൻഡിനേക്കാൾ കൂടുതലാണ്. ഒരു സെക്കൻഡിനേക്കാൾ കൂടുതൽ വാല്യൂ ചെയ്താൽ 5 സെക്കൻഡ്. അപ്പോൾ T = 5 ആണെങ്കിൽ Hൻ്റെ വാല്യൂ കാണാം. H = ½ GT² ആണല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം H = ½ into G 10 എടുത്തോളൂ, T² 5². ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 125 മീറ്റർ. ഇത് നിങ്ങൾ 9.8 എടുക്കുന്നതെങ്കിൽ 122.5 കിട്ടും. ആൻസർ 122.5. 9.8 എടുക്കുന്നതെങ്കിൽ ഞാനിവിടെ 10 എടുത്തത് കൊണ്ടാണ് 125 കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലിയർ? ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ. A freely falling body covers a distance in the last second is equal to distance in the first 3 seconds.
ആദ്യത്തെ 3 സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ആണ് ലാസ്റ്റ് സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഫ്രീലി ഫാളിംഗ് ബോഡി ആണെങ്കിൽ u is equal to 0 ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ലാസ്റ്റ് സെക്കൻഡ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ലാസ്റ്റ് സെക്കൻഡ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ലാസ്റ്റ് സെക്കൻഡ് ഇസ് ഈക്വൽ ടു u പ്ലസ് 2n മൈനസ് 1 ഇൻറ്റു a/2. ഇവിടെ nth സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് nth സെക്കൻഡ് ആകുമ്പോൾ ഇവിടെ s 0 ആയതുകൊണ്ട് ലാസ്റ്റ് സെക്കൻഡ് അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ലാസ്റ്റ് സെക്കൻഡ് ഈസ് ഈക്വൽ ടു u 0 ആണ്. 2 ഇൻറ്റു n നമുക്കറിയില്ല, n ഇൻറ്റു g/2. ഇവിടെ എന്താ പറയുക? ദിസ് ലാസ്റ്റ് സെക്കൻഡ് മസ്റ്റ് ബി ഈസ് ഡിസ്പ്ലേ ഫസ്റ്റ് 3 സെക്കൻഡ് ആണ് ut പ്ലസ് ഹാഫ് a t സ്ക്വയർ, ഹാഫ് ഇൻറ്റു g ഇൻറ്റു t സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 5 45 വരും. അപ്പോൾ എന്താ പറഞ്ഞത്? ഡിസ്പ്ലേസ്മെൻറ്റ് ലാസ്റ്റ് സെക്കൻഡ് മസ്റ്റ് ബി ദിസ് ലാസ്റ്റ് സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് മസ്റ്റ് ബി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ദ ഫസ്റ്റ് 3 സെക്കൻഡ്. അപ്പോൾ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ 2n മൈനസ് 1 ഇൻറ്റു g/2 ഈസ് ഈക്വൽ ടു 45. ജിൻ്റെ വാല്യൂ 10 കൊടുത്താൽ 2n മൈനസ് 1 ഇൻറ്റു 10/2 സമം 45. 10/2 5 ആണ്. 5 കൊണ്ട് പോയാൽ 2n മൈനസ് 1 ഈസ് ഈക്വൽ ടു 45/5 9 വരും. 2n ഈസ് ഈക്വൽ ടു 9 പ്ലസ് 1 ഈക്വൽ ടു 10. n ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ്. അപ്പോൾ ചോദിച്ചത് ടൈം ഓഫ് ഫാൾ ആണ്. ടൈം ഓഫ് ഫാൾ ഈസ് ഈക്വൽ ടു അപ്പോൾ 5 സെക്കൻഡാണ്. 5ാമത്തെ സെക്കൻഡാണ് ലാസ്റ്റ് സെക്കൻഡ് എങ്കിൽ 5 സെക്കൻഡാണ് എന്ത് ചെയ്തത്? ഇത് താഴെത്തിയത്. അപ്പോൾ ടൈം ഓഫ് ഫാൾ എത്രയാണ്? 5 സെക്കൻഡാണ്. ഓക്കെ. പതിനാലാം ക്വസ്റ്റ്യൻ. എ ബലൂൺ ഈസ് റൈസിങ് അപ്പ് വിത്ത് എ സ്പീഡ് ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ്. ഇത് അല്പ ഹൈറ്റിലെത്തിയപ്പം ഒരു പാക്കറ്റ് ഡ്രോപ്പ് ചെയ്താൽ 2 സെക്കൻഡിന് ശേഷം ഇതിൻ്റെ വെലോസിറ്റി എത്രയാണ് വെച്ചത്? അപ്പോൾ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v is equal to u plus at എന്നാണ്. ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ബലൂണിൻ്റെ അതേ വെലോസിറ്റി ആണല്ലോ. ഇത് മേലേക്ക് പോകുമ്പോൾ ബലൂണിൻ്റെ അതേ വെലോസിറ്റിയാണ് ഈ സ്റ്റോൺ ഉണ്ടാവുന്നത്. അപ്പോൾ 12 മൈനസ് 10 എൻ്റെ സ്ഥാനത്ത് എടുക്കുന്നത് എ ഇസ് ഈക്വൽ ടു മൈനസ് ജി എടുക്കുന്നത്. എന്തേ മൈനസ് ജി എടുക്കാൻ കാരണം? ഇത് ഇനീഷ്യലായിട്ട് മേലേക്കല്ല മൂവ് ചെയ്യുന്നത്. മേലേക്ക് മൂവ് ചെയ്യുമ്പോൾ സ്പീഡ് കുറഞ്ഞു വരല്ലേ ചെയ്യുന്നത്. മൈനസ് ജി ഇൻറ്റു ടി 2 സെക്കൻഡാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് കിട്ടി 12 മൈനസ് 20 ഈക്വൽ ടു മൈനസ് 8 മീറ്റർ പെർ സെക്കൻഡ്. ഈ നെഗറ്റീവ് കാണിക്കുന്നത് 2 സെക്കൻഡിന് ശേഷം ഇതിൻ്റെ വെലോസിറ്റി എങ്ങോട്ടാണെന്ന് കാണിച്ചത്? താഴേക്കാണ്. അതായത് ഇനീഷ്യലി മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതാണ് മൈനസ് കാണിക്കുന്നത്. ആദ്യം മേലൊക്കെ മൂവ് ചെയ്യുന്നത്, ഇപ്പം താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. അത് ഇനീഷ്യൽ ഡയറക്ഷൻ ഓഫ് മോഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയാണ് മൈനസ് കാണിച്ചത്. അപ്പോൾ വെലോസിറ്റി മാഗ്നിറ്റ്യൂഡ് മാത്രം ചോദിച്ചാൽ 8 മീറ്റർ പെർ സെക്കൻഡ്, ഡയറക്ഷൻ കൂടി എടുക്കും -8. മൈനസ് കാണിക്കുന്നത് അത് എങ്ങോട്ടായിരിക്കും? താഴേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ 14ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ജിൻ്റെ വാല്യൂ 10 കൊടുത്തുകൊണ്ടാണ് എത്ര കിട്ടിയത്? -8 കിട്ടിയത്. ഇനി അതല്ല, ജിൻ്റെ വാല്യൂ ഞാൻ 9.8 കൊടുക്കുന്നതെങ്കിൽ -7.6 കിട്ടുക. അപ്പോൾ ഓപ്ഷനിൽ -7.6 ഉണ്ട്, 7.6 ഉണ്ട്. അപ്പോൾ -7.6 സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഈ 15ാം ദിവസം വന്നിരിക്കുന്നത് ഒരു ബോയ് സ്റ്റാൻഡിങ് ഓൺ ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഓഫ് ഹൈറ്റ് 20 മീറ്റർ. 20 മീറ്റർ മേലെ ഒരു ബോയ് നിൽക്കുകയാണ്. ഇവിടുന്ന് ഒരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്താൽ ഗ്രൗണ്ടിലെത്തുമ്പോഴുള്ള വെലോസിറ്റിയാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് ഫ്രീ ഫാൾ ആണല്ലോ. ഫ്രീ ഫാൾ ആണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി v is equal to വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി v is √2gh അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ജിൻ്റെ വാല്യൂ 10 എടുത്തോളൂ ഇൻറ്റു h 20. അപ്പോൾ നമുക്ക് 20 × 20 400 √400 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ. അപ്പം ഇത് ഗ്രൗണ്ടിലെത്തുന്ന വെലോസിറ്റി എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ്. 15ാമത്തെ ആൻസർ 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ. ഇനി 16ാം ദിവസം വന്നത് എ ക്രിക്കറ്റ് ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് എ സ്പീഡ് ഓഫ് 19.6 മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് ഒരു ബോൾ മേലേക്ക് ത്രോ ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഹൈറ്റ് നിങ്ങൾ നേരത്തെ പഠിച്ചതാണ് u²/2g ആണല്ലോ മാക്സിമം ഹൈറ്റ്. അപ്പോൾ നമുക്ക് u എത്രയാണ്? 19.6 സ്ക്വയർ. അപ്പോൾ ഇൻറ്റു 19.6 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ജിൻ്റെ വാല്യൂ 9.8 എടുക്കുന്നു. 2 × 9.8 19.6 ആണ്. 19.6 കട്ട് ചെയ്തു. അപ്പോൾ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ ബോൾ ഈസ് 19.6 മീറ്റർ. അപ്പോൾ മാക്സിമം ഹൈറ്റ് എത്രയാണ്? 19.6 മീറ്റർ ആണ്. ഓക്കെ.
17ാം ദിവസം വന്നത് എ ബോഡി ഫാൾസ് ഫ്രീലി അണ്ടർ ഗ്രാവിറ്റി റേഷ്യോ ഓഫ് ഡിസ്റ്റൻസസ് ഇൻ ദ ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് സെക്കൻഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഫ്രീ ഫാൾ ആണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് പറഞ്ഞാൽ S1 ഈസ് ഈക്വൽ ടു U0 ആണ്. അപ്പോൾ 2 × 1 മൈനസ് 1 × G/2 G/2 ആണ് 10/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഡിസ്പ്ലേസ്മെൻറ്റ് സെക്കൻഡ് രണ്ടാമത്തെ സെക്കൻഡ് ആണെങ്കിൽ 2 × 2 മൈനസ് 1 × 10/2 ആണ് 5 2 3 15 കിട്ടും. ഇനി തേർഡ് സെക്കൻഡ് ആണെങ്കിൽ 2 × 3 മൈനസ് G/2 അപ്പോൾ എത്ര 6 5 25. അപ്പോൾ നോക്കി ഇതിൻ്റെ റേഷ്യോ എത്ര വരുന്നത് S1 ഈസ് ടു S2 ഈസ് ടു S3 ഈസ് ഈക്വൽ ടു 1 ഈസ് ടു 3 ഈസ് ടു 5. അപ്പോൾ ഇവിടെ നോക്കി ഇത് ഫ്രീലി ഫാളിംഗ് ബോഡി ആണെങ്കിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്യുന്ന ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഉണ്ടാവുന്ന ഈക്വൽ ഇൻ്റർവെൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് റേഷ്യോ ഒന്നാമത്തെ സെക്കൻഡ് രണ്ടാമത്തെ സെക്കൻഡ് അങ്ങനെ ഓരോരോ ഇൻ്റർവെൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് റേഷ്യോ 1:3:5 ആണ്. അപ്പോൾ ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിൻ്റെ കേസിൽ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ദ റെഗുലർ ഇൻ്റർവെൽ ഈസ് 1:3:5. ഇതിന് വിളിക്കുന്ന പേരാണ് ഗലീലിയോസ് ഓഡ് നമ്പർ. അപ്പോൾ ഗലീലിയോ ആണ് ആദ്യമായിട്ട് കണ്ടെത്തിയത്, അതുകൊണ്ടാണ് ഗലീലിയോസ് ഓഡ് നമ്പർ എന്ന് പറഞ്ഞത്. ഫ്രീലി ഫാളിംഗ് ബോഡി ആണെങ്കിൽ ഓരോരോ ഇൻ്റർവെല്ലും ട്രാവൽ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് റേഷ്യോ ആണ് 1:3:5 7:9 അങ്ങനെ പോകും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് 1:3:5. 18ാം ക്വസ്റ്റ്യൻ പറഞ്ഞത് ഏത് വെലോസിറ്റിന് മേലേക്ക് ത്രോ ചെയ്താലാണ് 5ാമത്തെ സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് 6ാമത്തെ സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡബിളായിട്ട് മാറുക. അപ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ nth സെക്കൻഡ് നിങ്ങൾ പഠിച്ചത് Sn ഈസ് ഈക്വൽ ടു U പ്ലസ് 2n മൈനസ് 1 × A/2. അപ്പോൾ ഇവിടെ നോക്കിയാൽ 5ാമത്തെ സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡബിൾ ആവണം 6ാമത്തെ സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് 2 × S6. അപ്പോൾ ഏത് വെലോസിറ്റി ത്രോ ചെയ്യണം? അപ്പോൾ S5 എന്ന് പറഞ്ഞാൽ U പ്ലസ് 2 × n എത്രയാ 5 മൈനസ് 1 × G/2 ഈക്വൽ ടു 2 × S6 എത്രയാ U പ്ലസ് 2 × 6 മൈനസ് 1 × G/2. അപ്പോൾ അവിടെ നോക്കിയാൽ U പ്ലസ് 2 × 10 9 9 × 45 വരും. G10 എടുത്താൽ 2U 2U 2 6 12 12 ഒന്ന് പോയാൽ 11 × 5 55. ശരിയല്ലേ? അവിടെ ഞാൻ Gൻ്റെ വാല്യൂ 10 ആണ് എടുത്തത്, Gൻ്റെ വാല്യൂ 9.8 എടുത്താൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഈ U ഇങ്ങോട്ട് പോയാൽ ഈ 55. അപ്പോൾ നമുക്ക് കിട്ടിയത് U പ്ലസ് 45 ഈസ് ഈക്വൽ ടു 2 × ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 × 2U പിന്നെ 2 11 55. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം ഇത് 55 × 2 110 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ 5ാമത്തെ സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡബിളാണ് 6ാമത്തെ സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. 6ാമത്തെ സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡബിളാണ് 5ാം സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ ആണ്. വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എടുക്കുന്ന സമയത്ത് ഇവിടെ ജീനസ് മൈനസ് കൊടുക്കുക, കാരണം മേലേക്ക് ത്രോ ചെയ്യുന്നത്. അപ്പോൾ മൈനസ് ആയതോടെ U -45 ഇവിടെ മൈനസ് കിട്ടും. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ -110 കൂടി +110 -45 സമം 2U - U 2U - U 110 45 പോയാൽ 65 വരും. അപ്പോൾ 65 m/s. അപ്പോൾ G10 ആക്കി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 65 m/s വെലോസിറ്റിയിലാണ് ത്രോ ചെയ്യുന്നത്. G 9.8 എടുക്കുകയാണെങ്കിൽ 62.5 എന്നൊക്കെ ആ റേഞ്ചിലേക്ക് കിട്ടും. അപ്പം ഇതിൻ്റെ നിയറസ്റ്റ് വാല്യൂ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ Gൻ്റെ വാല്യൂ 10 എടുത്താൽ 65 m/s വെലോസിറ്റിയിൽ ത്രോ ചെയ്യുന്ന സമയത്താണ് 5ാമത്തെ സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് 6ാമത്തെ സെക്കൻഡ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡബിളായിട്ട് മാറുന്നത്. ഓക്കെ, 19ാം ക്വസ്റ്റ്യൻ. ഒരു ബോഡി h ഹൈറ്റിൽ നിന്ന് ഫാൾ ചെയ്തപ്പം h ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതിൻ്റെ വെലോസിറ്റി v ആയിട്ട് മാറി. ഈ വെലോസിറ്റി ഡബിൾ ആവണമെങ്കിൽ ഏത് ഹൈറ്റിൽ നിന്ന് ഫാൾ ചെയ്യണം എന്ന് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ഓഫ് എ ഫ്രീലി ഫാളിംഗ് ബോഡി v = √2gh അല്ലേ. ഇനി നമുക്ക് എന്താ കണ്ടത്, പുതിയ വെലോസിറ്റി അല്ലേ. അപ്പോൾ v/2v വെലോസിറ്റി ഡബിൾ ആവണം. ഡബിൾ ആവണമെങ്കിൽ ഏത് ഹൈറ്റാണ് വേണ്ടത്, √2gh ഡിവൈഡഡ് ബൈ √2gh'. h' ഹൈറ്റ് എന്നായ സമയത്ത് ഡബിളായി, h' ഹൈറ്റ് എന്ന് എടുത്ത സമയത്ത് ഡബിളായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
2gh dash is equal to 2v എന്ന് എടുക്കാം. മനസ്സിലായി പറഞ്ഞത്? അതായത് h ഹൈറ്റ് ആയ സമയത്ത് വെലോസിറ്റി v, അപ്പോൾ ഇത് h ഡാഷ് ഹൈറ്റ് ആയ സമയത്ത് ഇവിടുത്തെ വെലോസിറ്റി 2v ആണ്. അപ്പോൾ 2v is your root of 2gh dash. root of 2g കട്ട് ചെയ്തു, v കട്ട് ചെയ്താൽ 1/2 is equal to root of h by h dash. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്താൽ റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് സ്ക്വയർ ചെയ്താൽ 1/4 is equal to h by h dash. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ, 1 into h dash 4 into h. അപ്പോൾ നമുക്ക് വെലോസിറ്റി ഡബിൾ ആവണമെങ്കിൽ ഏത് ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യണം? 4h ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ മാത്രമേ വെലോസിറ്റി എന്തായിട്ട് മാറുള്ളൂ? ഡബിൾ ആയിട്ട് മാറുള്ളൂ. അപ്പോൾ നമ്മൾ ചോദിച്ചതും വെലോസിറ്റി ഡബിൾ ആവാൻ ഏത് ഹൈറ്റിൽ നിന്നാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്? ഏത് ഹൈറ്റിൽ നിന്നാണ്? 4h ഹൈറ്റിൽ നിന്നാണ്. ഓക്കെ, 20ാം ദിവസം പറഞ്ഞിരിക്കുന്നത് a body is thrown vertically upward. Find the true statement in the following എന്നാണ്. ഒന്നാമത്തെ എ കൊടുത്തത് both velocity and acceleration become zero at highest point. ശരിയാണോ? അല്ലല്ലോ. ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആണ്. സ്റ്റിൽ ഇറ്റ് ഹാവിങ് an acceleration, that is acceleration due to gravity. അപ്പോൾ ഹയസ്റ്റ് പോയിന്റ് വെലോസിറ്റി 0 ആണെങ്കിലും അതൊരു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. അത് തെറ്റാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബോത്ത് വെലോസിറ്റി ആൻഡ് ആക്സലേഷൻ ബിക്കം 0. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത് വെലോസിറ്റി ഈസ് മാക്സിമം അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ് ആൻഡ് ആക്സലേഷൻ ഈസ് 0. അങ്ങനെയാണോ? വെലോസിറ്റി ഒരിക്കലും മാക്സിമം അല്ലല്ലോ. വെലോസിറ്റി എത്ര തന്നെയാണ്? വെലോസിറ്റി 0 ആണ്. അപ്പോൾ അത് തെറ്റാണ്. മൂന്നാമത്തെ വെലോസിറ്റി ഈസ് മാക്സിമം അറ്റ് ഹയസ്റ്റ് പോയിന്റ്, അത് തെറ്റാണ്. ആക്സലേഷൻ വെലോസിറ്റി രണ്ടും മാക്സിമം ആണ്, അല്ല അതും തെറ്റാണ്. ഇവിടെ വെലോസിറ്റി 0 ആണ്. നാലാമത് പറഞ്ഞിരിക്കുന്നത് velocity is 0 at the highest point and maximum height is u square by 2g. കറക്റ്റ് അല്ലേ? അതായത് u വെലോസിറ്റി ത്രോ ചെയ്യുന്നെങ്കിൽ മാക്സിമം ഹൈറ്റ് h is equal to u square by 2g എന്നല്ല പഠിച്ചത്. അപ്പോൾ ഇവിടെ ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആണ്, ആക്സലേഷൻ g ആണ്, മാക്സിമം ഹൈറ്റ് h is equal to u square by 2g ആണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ചാപ്റ്ററിലെ ഒബ്ജക്റ്റീവ് ഡിസ്കഷൻ. ഇപ്പോൾ 20 ക്വസ്റ്റ്യൻ ഇപ്പോൾ ഞാൻ ഇവിടെ ചെയ്തത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 20 ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ആ മെറ്റീരിയൽ നോക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ക്ലാസ് കേട്ട് വീണ്ടും എഴുതുക. അല്ലാതെ നിങ്ങൾ ഇതിങ്ങനെ കേട്ടിരുന്ന ശേഷം വേറെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോയി നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ക്ലാസ് കറക്റ്റായിട്ട് കേൾക്കുക. ക്ലാസ് കേട്ടതിന് ശേഷം പിന്നെന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ക്ലാസ് കേൾക്കാതെ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് പിന്നെ ഇതിൽ ഹോം അസൈൻമെൻറ്റ് ചെയ്ത് നോക്കുക. ഹോം അസൈൻമെൻറ്റ് നിങ്ങൾ മെറ്റീരിയൽ ഹോം അസൈൻമെൻറ്റ് ഉണ്ട്, ആ ഹോം അസൈൻമെൻറ്റിൻ്റെ ഫുള്ള് സൊല്യൂഷനും അതിലുണ്ട്. അപ്പോൾ ഹോം അസൈൻമെൻറ്റ് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? അത് നോക്കാം. പിന്നെ ട്രൈ യുവർ സെൽഫ് എന്ന ടോപ്പിക് ഉണ്ട്, അതാണ് നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഡേറ്റ് ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് ഔട്ട് ചെയ്യും. ഓക്കെ, താങ്ക് യു.